Peace be upon you. This podcast is from Ahia Collective. For more, please visit www.ahiacollective.com. പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതും കർമ്മപരമായ കാര്യങ്ങളിൽ രണ്ടാമത്തേതുമായ സകാത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമുക്കിവിടെ നടത്താനുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ പറയുന്നു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും അതുപോലെ തന്നെ വെള്ളിയും സൂക്ഷിച്ചു വെക്കുന്നവർ, വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അതവർ വിതരണം ചെയ്യുന്നില്ല. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ശിക്ഷയുണ്ട് എന്ന് നബിയെ നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം. എന്താണ് അവർക്കുള്ള ശിക്ഷ? യൗമ യുഹ്മ അലൈഹ ഫീ നാരി ജഹന്നം, അവർ സൂക്ഷിച്ചു വെക്കുന്ന സ്വർണവും വെള്ളിയും നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ നരകത്തിലെ തീയിലിട്ട് അത് പഴുപ്പിക്കപ്പെടും. ഫതുഖുവ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, ശേഷം പഴുത്ത് പാകമായിട്ടുള്ള ആ സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിധികളെ ഉപയോഗപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂക്ഷിച്ചു വെച്ചവരുടെ ശരീരഭാഗങ്ങളിൽ മുഴുവനും ചൂടുവെക്കുമെന്ന്. ശേഷം അവരോട് പറയപ്പെടും, ഹാദാ മാ കുന്തും തക്നിസൂൻ, ഇതാണ് ദുനിയാവിൽ വെച്ച് നിങ്ങൾ ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ നിധികൾ എന്ന്. രണ്ട് തരം സക്കാത്താണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഒന്ന് ശരീരവുമായി ബന്ധപ്പെട്ട സക്കാത്തും രണ്ടാമത്തേത് സമ്പത്തുമായി ബന്ധപ്പെട്ട സക്കാത്തുമാണ്. ശരീരവുമായി ബന്ധപ്പെട്ട സക്കാത്ത് സക്കാത്തുൽ ഫിത്ർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫിത്ർ സക്കാത്ത് പരിശുദ്ധ റമദാൻ അവസാനിച്ച് ശവ്വാൽ ആരംഭിക്കുന്നതോടു കൂടെയാണ് ഫിത്ർ സക്കാത്ത് നമുക്ക് നിർബന്ധമാകുന്നത്. ത്തിന്റെയും നാഥൻ തന്റെ ചെലവിൽ കഴിയുന്ന എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ എണ്ണം പരിഗണിച്ചിട്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഫിത്ർ സക്കാത്തിന്റെ വിശദമായിട്ടുള്ള മസലകളിലേക്ക് ഞാൻ ഈ സമയത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വിഷയം ഒരുപാട് നീണ്ടുപോകും. ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ഫിത്ർ സക്കാത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെക്കുന്നത് സക്കാത്തിന്റെ അവകാശികളായിട്ടുള്ള ആളുകൾക്ക് പെരുന്നാൾ ദിനത്തിലും തുടർന്നുള്ള ദിവസങ്ങളിലും വയറ് നിറക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാരം ലഭ്യമാക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അംഗീകരിച്ചു പോരുന്ന പിൻപറ്റി വരുന്ന ശാഫിഈ കർമ്മശാസ്ത്രം പറയുന്നത് ഫിത്ർ സക്കാത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഭക്ഷണ പദാർത്ഥമായിട്ടുള്ള അരിയാണ് എന്ന്. എന്തുകൊണ്ട് അരി തന്നെ നൽകണം? അരിയല്ലാത്ത മറ്റു വല്ല വസ്തുക്കളുമാണ് നമ്മൾ സക്കാത്തിന്റെ അവകാശികളായിട്ടുള്ള ആളുകൾക്ക് ഫിത്ർ സക്കാത്തിന്റെ രൂപത്തിൽ നൽകുന്നതെങ്കിൽ അന്നത്തെ ദിവസം അവർ പട്ടിണി കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇസ്ലാം കാണുന്നു. അതായത് കടം കൊണ്ട് വലഞ്ഞൊരു മനുഷ്യനാണെങ്കിൽ നമ്മുടെ വീട്ടിലെ 10 ആളുകൾക്കുള്ള ഫിത്ർ സക്കാത്ത് വാങ്ങാൻ ആവശ്യമായ അരിയുടെ പണം നമ്മൾ കൊടുത്താൽ ആ സാധുവായ മനുഷ്യൻ ഒരുപക്ഷെ കിട്ടിയ പൈസ ഉപയോഗപ്പെടുത്തി കടം വീട്ടാൻ സാധ്യത. ഫിത്ർ സക്കാത്തിന്റെ മസലകൾ കൂടുതൽ വിശദമായി ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ സക്കാത്ത് സക്കാത്തുൽ മാല് അഥവാ സമ്പത്തിന്റെ സക്കാത്ത്. നമ്മുടെ ഇടയിൽ സമ്പത്തിന്റെ സ്രോതസ്സുകളായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. എന്നാൽ ആ വസ്തുക്കളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള 8 വസ്തുക്കളിലാണ് സമ്പത്തിന്റെ സക്കാത്ത് ഉള്ളത്. ഈ 8 വസ്തുക്കളിൽ മാത്രമേ സക്കാത്ത് എന്ന് പറയുന്ന സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർബന്ധ ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടതുള്ളൂ. പിന്നെ സക്കാത്തിന് പുറമെ വേറെയും പല ബാധ്യതകളുമുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഏതൊക്കെയാണ് 8 വസ്തുക്കൾ? 8 വസ്തുക്കൾ. ഒന്ന് സ്വർണമാണ്. സക്കാത്ത് വരുന്ന 8 വസ്തുക്കളിൽ ഒന്നാമത്തേത് സ്വർണം, 2 വെള്ളി, മൂന്നാമത്തേത് ആട്, 4 മാട്. മാടെന്ന് പറഞ്ഞാൽ പശു, പോത്ത്, എരുമ, കാള തുടങ്ങിയ ജീവികൾ. 5-ാമത്തേത് ഒട്ടകം. പിന്നെ പഴങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യൻ കൃഷി ചെയ്യുന്ന പഴങ്ങളുടെ കൂട്ടത്തിൽ മുന്തിരിയും അതുപോലെ തന്നെ കാരക്കയും, പിന്നെ മുഖ്യ ആഹാരത്തിന് വേണ്ടി അവർ കൃഷി ചെയ്യുന്ന ഭക്ഷ്യധാന്യം
നമ്മുടെയൊക്കെ നാടുകളിൽ ഇന്ന് ഭക്ഷ്യധാന്യമായി നമ്മൾ ഉപയോഗിക്കുന്നത് അരിയാണ്. അരി അല്ലെങ്കിൽ നെല്ല്, ഗോതമ്പ്, ബാർലി പോലെയുള്ള മുഖ്യ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യം. ഈ 8 വസ്തുക്കളിലാണ് സക്കാത്ത് നൽകാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് കൽപ്പിച്ചത് എന്നാണ്. ഇതല്ലാത്ത വസ്തുക്കളും അന്നത്തെ കാലത്ത് കൃഷി ചെയ്തിരുന്നു. ഇതല്ലാത്ത ജീവികളെയും അന്നത്തെ കാലത്ത് മനുഷ്യന്മാർ വളർത്തിയിരുന്നു. പക്ഷെ ഈ 8 എണ്ണത്തിനപ്പുറമുള്ള വസ്തുക്കളിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കാത്തത് കൊണ്ട് സക്കാത്ത് ഈ 8 എണ്ണത്തിൽ പരിമിതമായി എന്ന് മഹാന്മാരായിട്ടുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഈ 8 വസ്തുക്കൾ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ ഭക്ഷ്യധാന്യം നമ്മൾ ഇന്ന് കൃഷി ചെയ്തുണ്ടാക്കുന്നില്ല. ഉണ്ടാക്കുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ വളരെ പരിമിതമായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചുള്ള കണക്ക് തൽക്കാലം ഞാനിവിടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് അവതരിപ്പിക്കുന്നില്ല. പിന്നുള്ളത് മുന്തിരിയും അതുപോലെ തന്നെ കാരക്കയുമാണ്. അതും നമ്മളിവിടെ കൃഷി ചെയ്യുന്നില്ല. പിന്നെ പറഞ്ഞത് ഒട്ടകമാണ്, നമ്മൾ വളർത്തുന്നില്ല. മാട് നമ്മൾ വളരെ പരിമിതമായിട്ടുള്ള എണ്ണങ്ങളെ വളർത്തുന്നുള്ളൂ. സക്കാത്ത് വരുന്ന അത്ര മാടിനെ നമ്മൾ വളർത്തുന്നില്ല. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊത്ത വളർത്തുമൃഗങ്ങൾ നമ്മളെടുത്തില്ല. ആടും അങ്ങനെ തന്നെ. അപ്പൊ 8 എണ്ണം നമ്മൾ പറഞ്ഞെങ്കിലും ഇന്ന് നമ്മൾ പരിഗണിക്കേണ്ടത് ഒന്ന് സ്വർണവും മറ്റൊന്ന് വെള്ളിയുമാണ്. ഇവ രണ്ടുമല്ലാത്ത ബാക്കിയുള്ള വസ്തുക്കളിലൊന്നും നമ്മളുമായി ഇന്ന് നേർക്ക് നേരെ സക്കാത്ത് ബന്ധപ്പെടുന്നില്ല എന്ന് ചുരുക്കം. ഇനി സ്വർണവും അതുപോലെ തന്നെ വെള്ളിയിലും എപ്പോൾ സക്കാത്ത് കൊടുക്കണം? സ്വർണത്തിനും വെള്ളിയിലും സക്കാത്ത് കൊടുക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 2 നിബന്ധനകളുണ്ട്. ആ 2 നിബന്ധനകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വർണത്തിനും വെള്ളിയിലും സക്കാത്ത് കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് ആ നിബന്ധന? ഒന്ന്, രണ്ടും മിനിമം അളവുണ്ടാകണം. 20 മിസ്കാൽ എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുക. അഥവാ നമ്മുടെ കണക്കിലേക്ക് വന്നാൽ 85 ഗ്രാം മുഴു സ്വർണം, കലർപ്പില്ലാത്ത 85 ഗ്രാം സ്വർണം മുഴുവനായും നമ്മളെടുത്തുണ്ടാകണം. അപ്പൊ കലർപ്പുള്ള സ്വർണ്ണാണെങ്കിലോ കലർപ്പ് കിഴിച്ച് ബാക്കി വരുന്ന സ്വർണം തന്നെ 85 ഗ്രാം ഉണ്ടാകും. അപ്പൊ 85 കുറവാണെങ്കിൽ ആ സ്വർണത്തിൽ സക്കാത്ത് വരില്ല. ഇതാണ് സ്വർണത്തിന്റെ മിനിമം അളവ്, 85 ഗ്രാം. ഇനി വെള്ളിയാണെങ്കിലോ വെള്ളിയുടെ മിനിമം അളവ് 595 ഗ്രാമാണ്. 595 ഗ്രാം. പഴയ കണക്കനുസരിച്ച് പറയാ 20 ദീനാർ സ്വർണം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, 200 ദിർഹം വെള്ളി ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം. അപ്പൊ വെള്ളിയും സ്വർണവും തമ്മിലുള്ള അന്തരമാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കണക്കനുസരിച്ച് 85 ഗ്രാം മിനിമം സ്വർണം ഉണ്ടാകണം. വെള്ളിയാണെങ്കിൽ മിനിമം 595 ഗ്രാം വെള്ളി ഉണ്ടാകണം. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. ഇനി ഇങ്ങനെ 85 ഗ്രാം സ്വർണം ഉണ്ടായാൽ ഉടൻ തന്നെ സക്കാത്ത് കൊടുക്കണോ? 595 ഗ്രാം വെള്ളി കിട്ടുമ്പോഴേക്ക് സക്കാത്ത് കൊടുക്കണോ? വേണ്ട. ഇത്രയും സ്വർണം അല്ലെങ്കിൽ ഇത്രയും വെള്ളി ഒരു ഹിജ്റ വർഷം മുഴുവനായി നമ്മൾ നമ്മുടെ കൈവശം സൂക്ഷിച്ചിരിക്കണം. നമ്മുടെ ഉടമസ്ഥതയിൽ ഇത്രയും സ്വർണം അല്ലെങ്കിൽ ഈ കണക്ക് വെള്ളി നമ്മുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം ഉണ്ടായിരിക്കണം. കൊടുക്കേണ്ടത് എത്രയാണ്? വെള്ളിയാണെങ്കിലും സ്വർണമാണെങ്കിലും സൂക്ഷിച്ചതിന്റെ 2.5% വർഷം തികയുമ്പോൾ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. 85 ഗ്രാം സൂക്ഷിച്ചാൽ അതിന്റെ 2.5%. അതിന്റെ മുകളിൽ എത്ര സൂക്ഷിച്ചാലും 500 ഗ്രാമാണ് ഒരാൾ സൂക്ഷിച്ചത് സ്വർണം എങ്കിൽ 500 ഗ്രാം സ്വർണത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞത് വെള്ളി സ്വർണ്ണ ആഭരണങ്ങളെ കുറിച്ചാണോ? ഞാനിവിടെ പറയുന്ന മസ്അലകളൊക്കെയും ശാഫിഈ മദ്ഹബ് അനുസരിച്ചുള്ള മസ്അലകളാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിന്റെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തിന്റെയും
മഹാന്മാരായിട്ടുള്ള സ്വഹാബത്തിന്റെ ഫത്വകളുടെയും വെളിച്ചത്തിൽ അദ്ദേഹം ഗവേഷണം നടത്തി സമൂഹത്തിന് സമർപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ മദ്ഹബ്. ആ മദ്ഹബിൽ പറയുന്നതനുസരിച്ചാണ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞാനീ പറഞ്ഞ സ്വർണം, ഞാനീ പറഞ്ഞ വെള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഭരണമല്ലാത്ത സ്വർണവും വെള്ളിയാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണത്തെക്കുറിച്ച് ശാഫിഈ മദ്ഹബ് പറയുന്നത് എന്താ? ഹലാലായ ആഭരണമാണോ അതിൽ സക്കാത്ത് കൊടുക്കണ്ടെന്നാണ്. ഹലാലായ ആഭരണമാണോ സക്കാത്ത് കൊടുക്കണ്ട. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൈവശം ആഭരണമുണ്ടായിരുന്നു. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സക്കാത്ത് കൊടുക്കാൻ പറയുകയോ അവർ കൊടുക്കുകയോ ചെയ്തതായി രേഖയില്ല. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണ്ട ഹലാലായ ആഭരണത്തിൽ എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം. എന്നാൽ ഹനഫി മദ്ഹബിൽ സ്വർണത്തിൽ സക്കാത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ആഭരണമല്ലാത്തത് എന്ന വ്യത്യാസമില്ല എന്നാ. സ്വർണമാണോ 85 ഗ്രാമോ അതിൽ കൂടുതലുണ്ടോ സക്കാത്ത് കൊടുത്തിരിക്കണം. ആഭരണമാണെങ്കിലും കൊടുക്കണം, ആഭരണം അല്ലെങ്കിലും കൊടുക്കണം എന്നതാണ് ഹനഫി മദ്ഹബ്. ശാഫിഈ മദ്ഹബ് പ്രകാരം ആഭരണങ്ങളെ 3 രൂപത്തിലാണ് കാണുന്നത്. ഒന്ന് ഹലാലായ ആഭരണം, 2 കറാഹത്തുള്ള ആഭരണം, 3 ഹറാമായ ആഭരണം. ഇതിലെ ഹലാലായ ആഭരണത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. കറാഹത്തുള്ള ആഭരണത്തിലും സക്കാത്ത് കൊടുക്കണം, ഹറാമുള്ള ആഭരണത്തിലും സക്കാത്ത് കൊടുക്കണം. ഹലാലായ ആഭരണം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ സ്വർണ്ണാഭരണം സ്ത്രീകൾക്ക് മാത്രമേ ധരിക്കാവൂ. പുരുഷന്മാർക്ക് സ്വർണ്ണാഭരണം ധരിക്കാനേ പാടില്ല. വെള്ളിയാണെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ വെള്ളിയുടെ മോതിരം ആകാം, അതിനപ്പുറമുള്ള വെള്ളി ആഭരണവും പുരുഷന് ധരിക്കാൻ പാടില്ല. അപ്പൊ ഹലാലായ ആഭരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമുദായത്തിലെ സ്ത്രീകൾക്ക് ധരിക്കാൻ പറ്റുന്ന ആഭരണം. സ്ത്രീകൾക്ക് എപ്പോഴും ആഭരണം ധരിക്കാൻ പറ്റുക? മിതമായ അളവിൽ ഒരു സ്ത്രീക്ക് ഭംഗി കിട്ടാൻ ആവശ്യമായിട്ടുള്ള അളവിൽ സ്വർണം ഉപയോഗിച്ചുണ്ടാക്കിയ ആഭരണം അത് ഹലാലായ ആഭരണം. പക്ഷെ അതൊക്കെ മിതമായ അളവ് സ്വർണം ഉപയോഗിച്ചുണ്ടാക്കിയതായിരിക്കണം. മിതവും അതുപോലെ തന്നെ അമിതവും പരിഗണിക്കൽ എങ്ങനെ? ഈ ആഭരണം കണ്ടാൽ ഈ പെണ്ണിന് ഭംഗിയാണോ കിട്ടുന്നത് എങ്കിൽ അത് മിതമാണ്. ഈ ആഭരണം അമിതമായ സ്വർണം ഉപയോഗിച്ചുണ്ടാക്കി അത് ശരീരത്തിൽ ധരിച്ചാൽ അലങ്കോലമാണ് തോന്നുന്നതെങ്കിൽ അത് അനാവശ്യമായിട്ടുള്ള അനുവദനീയമല്ലാത്ത ആഭരണമാണ്. ഇതാണ് ശാഫിഈ മദ്ഹബ് ഭംഗിക്കും അഭംഗിക്കുമുള്ള മാനദണ്ഡമായി കൊടുത്തിട്ടുണ്ട്. അവർ ഉദാഹരണം പറയുന്നത്, ഒരു സ്ത്രീ അവളുടെ കാലിൽ അവൾക്ക് പാദസരം ധരിക്കാം, അനുവദനീയ. പക്ഷെ അവൾ കാലിൽ ധരിച്ച പാദസരം 100 പവനിൽ അധികമുണ്ടെങ്കിൽ, കിതാബിൽ പറഞ്ഞ കൃത്യം കണക്ക് 106 പവൻ, അഥവാ 200 ദീനാർ എന്നാ പറഞ്ഞിട്ടുണ്ട്. 106 പവൻ ഉപയോഗിച്ച് ഒരു പാദസരം മാത്രം ഉണ്ടാക്കിയാൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കാലിൽ ധരിക്കുന്ന ആ പാദസരം കൊണ്ട് ഭംഗിയല്ല ഉണ്ടാകുക. കാലിൽ ചെറിയ ഒരു ചങ്ങലൊക്കെ ചുറ്റിയതുപോലെ തോന്നും, അത് അഭംഗിയാണ്. നേരെ മറിച്ച് 100 പവന്റെ സ്വർണം ഉപയോഗപ്പെടുത്തി ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും ചെറിയ ചെറിയ അളവിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കിയാൽ അത് കാണുമ്പോൾ ഭംഗിയുണ്ടാകും. അപ്പൊ 100 പവൻ ഉപയോഗിച്ച് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും ചെറിയ ചെറിയ ആഭരണങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് കുഴപ്പമില്ല, അത് അനുവദനീയ. അപ്പൊ അനുവദനീയമായതെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് അത് ധരിച്ചാൽ ഭംഗിയാണ് കിട്ടുന്നത് എങ്കിൽ അത് അനുവദനീയാണ്, അതിൽ സക്കാത്തില്ല. കുറച്ച് അഭംഗി ഉണ്ടെങ്കിൽ അത് കറാഹത്തുള്ള ആഭരണമാണ്. കുറച്ച് അഭംഗി ഉണ്ടെങ്കിൽ അത് കറാഹത്തുള്ള ആഭരണ, സക്കാത്ത് കൊടുക്കണം. നല്ല അഭംഗി ഉണ്ടെങ്കിൽ അത് ഹറാമുള്ള ആഭരണമാണ്, എന്തായാലും സക്കാത്ത് കൊടുക്കണം. ഇതാണ് ഈ വിഷയത്തിൽ ശാഫിഈ മദ്ഹബിന്റെ കാഴ്ചപ്പാട്. ഇനി ഹറാമുള്ള വേറൊരു ആഭരണമാണ് ഒരു പുരുഷനെ ധരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച ആഭരണമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരുഷൻ ധരിച്ചു കൊണ്ടിരിക്കുന്ന ആഭരണമാണെങ്കിൽ അത് ഹറാമാണ്. പുരുഷൻ സ്വർണ്ണാഭരണം തീരെ ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 85 ഗ്രാമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ആ പുരുഷനും സക്കാത്ത് കൊടുക്കണം. ഇനി അപ്പൊ സ്വർണം പറഞ്ഞു, വെള്ളി പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട ആഭരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു.
അപ്പൊ നമ്മൾ ആകെ പറഞ്ഞത് 8 വസ്തുക്കളിലാണ് സക്കാത്ത് എന്ന്. അതിലെ സ്വർണവും വെള്ളിയുമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സ്വർണത്തിനും വെള്ളിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച കാലത്ത് 2 സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. 2 സ്വഭാവങ്ങൾ. 2 സ്വഭാവങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ സ്വർണത്തിന്റെ വസ്തുക്കൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സ്വർണത്തിന്റെ കട്ടിയും കോയിനും സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം. 2 വസ്തുക്കൾ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് നാണയമായി ഉപയോഗിക്കുന്ന രീതി. അത് സ്വർണത്തിനുണ്ടായിരുന്നു. അതാണ് ശരിക്കും ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ കറൻസി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളിയുടെ കറൻസി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കാലങ്ങൾക്ക് ശേഷം സ്വർണവും അതുപോലെ തന്നെ വെള്ളിയും കറൻസി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം പിൽക്കാലത്ത് ലോകത്തിന് എടുത്തുപോയി. ഇന്ന് നമ്മൾ കുവൈത്തിന്റെ ദീനാർ എന്ന് പറഞ്ഞാലും പോയി നോക്കുമ്പോൾ കിട്ടുന്നത് സ്വർണത്തിന്റെ ദീനാറല്ല, കടലാസ് ദീനാറാ കിട്ടുക. അപ്പൊ ഈ കടലാസ് പണം ലോകത്തിൽ പ്രചാരം നേടിയതിന്റെ ശേഷം ജീവിച്ച മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും പറയുന്നത് ഇവ രണ്ടും പഴയ കാലത്ത് സ്വർണത്തിന്റെ കറൻസിയും വെള്ളിയുടെ കറൻസിയും ഉള്ള സ്ഥാനത്താണ് ഇന്ന് കടലാസിന്റെ ഈ പറഞ്ഞ നാണയങ്ങൾ നിലനിൽക്കുന്നത്. അന്നത്തെ കാലത്ത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കറൻസി കൊടുത്ത് എന്തൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റിയിരുന്നോ അതെല്ലാം വാങ്ങാൻ ഇന്ന് നമ്മൾ പേപ്പർ നോട്ടുകളാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വസ്തുക്കളുടെ വിലയായി ഗണിക്കപ്പെടുക എന്ന അവസ്ഥ കറൻസി നോട്ടിന് കിട്ടിയത് കൊണ്ട് കറൻസി നോട്ടിൽ സക്കാത്ത് കൊടുക്കണമെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും വിശദീകരിക്കുന്നു. ആ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കറൻസിയിലും നമ്മൾ സക്കാത്ത് കൊടുക്കണം. അപ്പൊ സ്വർണത്തിൽ 2 നിബന്ധന നമ്മൾ പറഞ്ഞത്. 85 ഉണ്ടാവണം, 1 വർഷം സൂക്ഷിക്കണം. വെള്ളിയിലും 2 നിബന്ധനയാണ് പറഞ്ഞത്. 595 ഉണ്ടാകണം, 1 കൊല്ലം സൂക്ഷിക്കണം. അതേ അവസ്ഥയിൽ കറൻസി നോട്ടിലും 2 നിബന്ധനയുണ്ടാകും. എന്താ 2 നിബന്ധന? ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിമം അളവ് കറൻസി നമ്മുടെ കൈവശം ഉണ്ടാകണം. 2, ഇത് കൈവശപ്പെടുത്തിയതിന്റെ ശേഷം ഹിജറ കലണ്ടർ പ്രകാരം 1 വർഷം പൂർത്തിയാകും. അപ്പൊ എത്രയാ കറൻസിയുടെ മിനിമം അളവ്? കറൻസിയുടെ മിനിമം അളവ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര കറൻസി കൊടുത്താലാണ് വെള്ളിയുടെ മിനിമം അളവായ 595 നമുക്ക് കൈവശപ്പെടുത്താൻ പറ്റുക. അതാണ് കറൻസിയുടെ മിനിമം അളവ്. അപ്പൊ 595 ഗ്രാം വെള്ളി വാങ്ങണമെങ്കിൽ എത്ര ഇന്ത്യൻ രൂപ കൊടുക്കണം? നിലവിലെ കണക്കനുസരിച്ച് 20,000 രൂപ കൊടുത്താൽ 595 ഗ്രാം വെള്ളി നമുക്ക് കൈവശപ്പെടുത്താൻ പറ്റും. അപ്പൊ പണ്ഡിതന്മാര് പറയുന്നത് 595 ഗ്രാം വെള്ളിയുടെ വിലയാണ് കറൻസി നോട്ടിലെ മിനിമം അളവ്. 20,000 രൂപ ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന 20,000 ഉണ്ടായതിന്റെ ശേഷം ഹിജ്റ കലണ്ടർ പ്രകാരം 1 വർഷം പൂർത്തിയാകും. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ കൈവശം 20,000 അതിന്റെ മുകളിലോ സംഖ്യ 1 വർഷമായിട്ട് ഇരിപ്പുണ്ടോ? 1 വർഷമായിട്ട് നമ്മൾ 20,000 സൂക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ മുകളിൽ സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കുന്നതിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണം. പിന്നെ പണം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ സൂക്ഷിക്കുക എന്ന് മാത്രമല്ല ഇതിനർത്ഥം. വീട്ടിൽ സൂക്ഷിക്കാം, ബാങ്കിൽ സൂക്ഷിക്കാം, അതല്ലെങ്കിൽ കടം കൊടുത്ത് വേറെ ഒരാളുടെ കൈവശം കടം കൊടുത്താലും മതി. നമ്മുടെ ഉടമസ്ഥതയിൽ നിന്ന് പോകാതെ 20,000 അതിന്റെ മുകളിലോ സംഖ്യ 1 വർഷം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഉടമസ്ഥതയിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ അർത്ഥം അതിന്. പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന പണം കവർച്ച ചെയ്യപ്പെട്ടു, അതും നമ്മുടെ ഉടമസ്ഥയിലുള്ള പൈസയായിട്ടാ കൂട്ടുന്നത്. കിട്ടിയതിന്റെ ശേഷം സക്കാത്ത് കൊടുക്കണം. നമ്മുടെ ഒരാൾക്ക് കടം കൊടുത്തു, കടം കൊടുത്താൽ അയാൾ അത് നമുക്ക് തിരിച്ചു തരും. അഥവാ നമ്മുടെ ഉടമസ്ഥതയിൽ നിന്ന് അത്രയും സംഖ്യ ഒരിക്കലും പോയിട്ടില്ല. അപ്പൊ വർഷം കഴിഞ്ഞാൽ അതിലും സക്കാത്ത്. നഷ്ടപ്പെട്ടു പോയ പൈസ എനിക്കിനി വേണ്ട എന്ന് തീരുമാനിച്ചാലല്ലാതെ അതിന്റെ സക്കാത്തിൽ നിന്ന് നമ്മൾ ഒഴിവാവുകയാണ്. അപ്പൊ ബാങ്കിൽ പണം സൂക്ഷിക്കുന്നവര്, അതുപോലെ തന്നെ ചില ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് പണം കൊടുത്തിട്ടുണ്ടാകും, സക്കാത്ത് വരും.
ഇങ്ങനെ നമ്മുടെ ഉടമസ്ഥയിൽ നിന്ന് പോകാത്ത 20,000 അതിന്റെ മുകളിലോ സംഖ്യയുണ്ടോ വർഷം തികയുമ്പോൾ നമ്മൾ അതിന് സക്കാത്ത് കൊടുക്കണം. ഇനി സക്കാത്ത് കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തു കച്ചവട ചരക്ക്. അപ്പൊ നമ്മൾ നേരത്തെ 8 എണ്ണം പറഞ്ഞിട്ട് 6 ഒഴിവാക്കി. പിന്നെ നമ്മൾ ആകെ സ്വർണവും വെള്ളിയാണ് നിലനിർത്തിയത്. പക്ഷെ ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിശാലാർത്ഥത്തിൽ വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ കറൻസി നോട്ടും അതുപോലെ തന്നെ കച്ചവട ചരക്ക്. കച്ചവട ചരക്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. കച്ചവട ചരക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കച്ചവടം ഉദ്ദേശിച്ച് ഇടപാടിലൂടെ നമ്മൾ കൈവശപ്പെടുത്തിയ ചരക്ക് എന്നാണ്. എനിക്ക് കച്ചവടം ചെയ്യാനാണ് എന്ന് ഉദ്ദേശിച്ച് ഇടപാടിലൂടെ നമ്മൾ കൈവശപ്പെടുത്തിയ ചരക്കാണ് കച്ചവട ചരക്ക്. അപ്പൊ നമുക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു ഭൂമി, ആ ഭൂമി വിൽക്കാൻ നമ്മൾ തീരുമാനിച്ചു. ആ ഭൂമിയുടെ മുന്നിൽ റോഡിലേക്ക് അഭിമുഖമായി നമ്മൾ എഴുതി വെച്ചു വിൽക്കാനുള്ളത്. അപ്പൊ ആ ഭൂമി വിൽക്കാനുള്ളതാ. അങ്ങനെ വിൽക്കാനാണ് തീരുമാനിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ആ ഭൂമിക്ക് സക്കാത്ത് കൊടുക്കണോ? വേണ്ട. എന്തുകൊണ്ട്? ആ ഭൂമി കച്ചവടം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ഇടപാടിലൂടെ കൈവശപ്പെടുത്തിയതല്ല. അതൊക്കെ പരമ്പരാഗതമായി കിട്ടിയതാണ്. നേരെ മറിച്ച് വേറൊരു ഭൂമി വിൽക്കാനുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ അന്വേഷിച്ച് തേടി പിടിച്ചു, വിലയൊക്കെ പറഞ്ഞു, നമ്മൾ ആ ഭൂമി വാങ്ങി. വാങ്ങുന്നത് എന്തിനാ? കൂടുതൽ വില വരുമ്പോൾ മറിച്ച് വിൽക്കാനാണ് എന്ന് കരുതിയിട്ട് നമ്മളൊരു ഭൂമി വാങ്ങിയാൽ വർഷം തികയുമ്പോൾ ആ ഭൂമിയുടെ പേരിലും നമ്മൾ സക്കാത്ത് കൊടുക്കണം. ആ ഭൂമി കച്ചവടക്കാർ നമ്മുടെ ഇടയിലുണ്ടാവും, പലചരക്ക് കച്ചവടക്കാരുണ്ടാവും. പോട്ടെ, സ്കൂളിന്റെ ഒക്കെ മുന്നിൽ ചെറിയ പെട്ടിക്കട വെച്ച് മിഠായി വിൽക്കുന്ന ആളുകളുണ്ടാവും. ഏത് കച്ചവടമാണെങ്കിലും ചരക്ക് കച്ചവടം ഉദ്ദേശിച്ച് വാങ്ങിയതാണോ, കൊല്ലം തികയുമ്പോൾ ആ ചരക്കിൽ സക്കാത്ത് വരുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം പരിശോധിക്കണം. എന്താണ്, എപ്പോഴാണ് കച്ചവട ചരക്കിൽ സക്കാത്ത് കൊടുക്കുക? കച്ചവടം തുടങ്ങിയിട്ട് കൊല്ലം തികയുന്ന ഡേറ്റിന് ആ കച്ചവട സ്ഥാപനത്തിൽ വിൽപ്പന ചരക്കായിട്ട് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നമ്മൾ വിലക്കെട്ടണം, അഥവാ സ്റ്റോക്ക് എടുക്കുക. ഒരു പലചരക്ക് കടയാണെങ്കിൽ അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ചരക്കുകൾ എത്ര തുകക്കുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20,000 രൂപക്കുള്ള ചരക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 20,000-ന് മുകളിൽ എത്ര സംഖ്യക്കുള്ള ചരക്കുണ്ടെങ്കിലും ഉള്ള സംഖ്യയുടെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കണം. അപ്പൊ വില കെട്ടി നോക്കുമ്പോൾ 1 ലക്ഷത്തിനുള്ള ചരക്ക് നമ്മുടെ കടയിലുണ്ട്. എന്നാൽ 1 ലക്ഷത്തിന്റെ 2.5% അഥവാ 2,500 രൂപ നമ്മൾ രൂപയായിട്ട് സക്കാത്ത് കൊടുക്കണം. കച്ചവടത്തിന്റെ സക്കാത്ത്. കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കച്ചവട ചരക്കിലെ സക്കാത്ത് നമ്മൾ വില കെട്ടി നോക്കുമ്പോൾ 3 വസ്തുക്കൾ വില കെട്ടണം എന്നാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ ആ കടയിലെ വിൽപ്പന വസ്തുക്കൾ. നമുക്ക് ഇരിക്കാനുള്ള ഒരു കസേരണ്ട്, ഒരു മേശണ്ട്, അതിൻ്റെ ഒന്നും വില നോക്കണ്ട. വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച ചരക്കുകളാണ് നമ്മൾ വില കെട്ടേണ്ടത്. ചരക്ക് വില കെട്ടണം. അത് മാത്രം പോരാ, ഈ കച്ചവടത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ലാഭവിഹിതം ഈ കച്ചവടത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ച് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ കൂടി ഈ വിലയുടെ കൂടെ കൂട്ടണം. ചില ആളുകൾ കച്ചവടത്തിന് കിട്ടുന്ന ലാഭവിഹിതം വീട്ടിൽ കൊണ്ടുപോയി ചെലവാക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അവിടെ ഇടും. അങ്ങനൊക്കെ ആയാൽ പിന്നെ ആ പൈസ തീക്ക് കൊണ്ടുവരണ്ട. പിന്നെ അത് വേറെ സക്കാത്ത് കൊടുക്കണം. 20,000 മുകളിലുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് വേറെ കൊടുക്കണം. നേരെ മറിച്ച് ഈ കച്ചവടത്തിന് തന്നെ ഇനിയും ഉപയോഗിക്കണം എന്ന ഉദ്ദേശത്തിൽ ഇവിടെ ഉണ്ടെങ്കിൽ ചരക്കിന്റെ വിലയുടെ കൂടെ ഈ സംഖ്യയും. അതുപോലെ തന്നെ ചില കടകളിൽ നിന്നൊക്കെ കടത്തിന് നമ്മൾ സാധനങ്ങൾ ചെലവാക്കും, വിൽക്കും, കടമായിട്ട് സാധനം കൊടുക്കും. ആ കടം ഇനത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ടാകും. ആ കിട്ടാനുള്ള സംഖ്യയും ഈ പറഞ്ഞ ചരക്കിന്റെ വിലയുടെ കൂടെ. ഇതാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട കണക്കുകൾ. ഇനി സക്കാത്തിന്റെ വിതരണം, അതുപോലെ തന്നെ അവകാശികൾ. നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ആകെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ സ്വത്തൊക്കെ സൂക്ഷിച്ചൊരു കൊല്ലം കഴിയുമ്പോഴാണ് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പോൾ റമദാനിന്റെ 26-ാം രാവിലെ അല്ലെങ്കിൽ 26-ന്റെ പകലില് ഒരു 5,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ ബാങ്കിൽ പോയി ചില്ലറയാക്കി കൊണ്ടുവന്ന്
വരുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ 10-20 ഇങ്ങനെ കൊടുത്താൽ അത് സക്കാത്തായി നമ്മൾ ആരും ഒരിക്കലും ധരിക്കാൻ പാടില്ല. സക്കാത്ത് കൊടുക്കാൻ കൃത്യമായ ഒരു സമയമുണ്ട്. ഏതാ സമയം? ഓരോ വ്യക്തിക്കും അനുസരിച്ച് ആ സമയം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. റമദാനിൽ ഒരാൾ കച്ചവടം തുടങ്ങിയാൽ അവൻ സക്കാത്ത് കൊടുക്കേണ്ടത് അടുത്ത റമദാനിൽ. മുഹറമിൽ ഒരാൾ കച്ചവടം തുടങ്ങിയാൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത് മുഹറം. അപ്പോ 365 ദിവസം നിസ്കാരം ഉള്ളതുപോലെ 365 ദിവസവും സക്കാത്ത് ഉണ്ടാവും. ഒരാൾക്ക് ഒരു പക്ഷേ 1-ാം തീയതി ആവും സക്കാത്ത് നിർബന്ധമാണത്, വേറൊരാൾക്ക് 2-ാം തീയതി, വേറൊരാൾക്ക് 10-ാം തീയതി, പല സമയങ്ങളിലും. അപ്പൊ സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? വർഷം തികഞ്ഞാൽ യജിബു അദാഉഹ അലൽ ഫൗർ എന്നാണ്. ഉടനെ കൊടുക്കണം. ഉടനെ കൊടുക്കണം. സക്കാത്ത് നിർബന്ധമായോ വൈകിപ്പിക്കാൻ പാടില്ല. വൈകിപ്പിച്ചാലോ വഇൻ അഖറ അസിമാന. ളുഹർ നിസ്കരിക്കാൻ സമയമായി, എല്ലാ സൗകര്യമുണ്ട്, നിസ്കരിക്കണില്ല. എന്തേ? അസറായതിനു ശേഷം നിസ്കരിക്കാന്ന. അങ്ങനെ പറ്റുമോ? പറ്റൂല, കുറ്റകരമാണ്. അപ്പൊ ഒരു കാരണവുമില്ലാതെ നിർബന്ധമായ സക്കാത്ത് കൊടുക്കാതെ വൈകിപ്പിച്ചാൽ കുറ്റകരമാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക. ഇനി അങ്ങനെ ഒരാൾ വൈകിപ്പിച്ചു, കുറ്റകരമാണ്. കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം ഒരാൾ ചെയ്തു, അങ്ങനെ ഇരിക്കെ അവന്റെ സ്വത്ത് മൊത്തം അപഹരിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ നശിച്ചു പോയാൽ ഇവന്റെ ബാധ്യതയിൽ നിന്ന് ഒരിക്കലും ഈ സക്കാത്ത് വിഹിതം ഒഴിവാകൂല. അപ്പൊ എത്ര കാലവും ജീവിച്ചാലും പിന്നെ അവൻ എത്ര ഫക്കീറായി മാറിയാലും പഴയ കാലത്ത് കൊടുക്കാനുള്ള സക്കാത്ത് ഉണ്ടോ അത് കൊടുത്തേ മതിയാകൂ എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരിക്കലും നമ്മളിൽ നിന്ന് ഒഴിവായി പോകുന്ന ഒരു ബാധ്യതയല്ല. ഇനി സക്കാത്തിന്റെ വിതരണം എങ്ങനെയാണ് നടത്തേണ്ടത്? സക്കാത്ത് വിതരണത്തിന് 3 രീതിയാണുള്ളത്. 3 രീതി. നമ്മുടെ ആളുകൾ പലപ്പോഴും സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ കുറ്റമറ്റ രൂപത്തിലാകുന്നില്ല. കുറ്റമറ്റ രൂപത്തിലല്ലാതെ സക്കാത്ത് കൊടുത്താൽ അതൊരു കേവലം റിലീഫ്, അല്ലെങ്കിൽ അതൊരു സാധു സംരക്ഷണം എന്ന അവസ്ഥയിലേക്ക് അത് പരിമിതപ്പെട്ടു പോകും. സക്കാത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധുക്കളെ സഹായിക്കാനുള്ള ഒരു പദ്ധതി എന്ന് മാത്രമല്ല, അത് 2ാമത്തെ സ്ഥാനമാണ്. സക്കാത്തിനെ കുറിച്ച് നമ്മൾ 1ാമതായി മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇബാദത്താണ് എന്നാണ്. ഇബാദത്താകുമ്പോൾ അതിന് ഷർത്തുണ്ടാവും, ഫർദുണ്ടാവും, സുന്നത്തുണ്ടാവും, മര്യാദകളുണ്ടാവും. ഒക്കെ പാലിച്ച് നിർവഹിച്ചാലേ ഇബാദത്ത് ശരിയാവും. അപ്പൊ അതുകൊണ്ട് സക്കാത്ത് വിതരണത്തിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നത് 3 രീതികളാണ്. അതിൽ 1ാമത്തെ രീതി, എന്റെ സ്വത്തിൽ സക്കാത്ത് നിർബന്ധമായാൽ അത് ഞാൻ സ്വന്തമായി കൊടുക്കുക. എനിക്കൊരു കച്ചവട സ്ഥാപനം ഉണ്ടെങ്കിൽ വർഷം തികയുമ്പോൾ അതിന്റെ സക്കാത്ത് ഞാൻ കൊടുക്കുക, സ്വന്തമായി കൊടുക്കുക. ഇതാ ഒരു രീതി. 2ാമത്തെ രീതി, മുസ്ലിം ഭരണാധികാരിയുടെ കീഴിലുള്ള പ്രദേശമാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സക്കാത്തിന്റെ വിഹിതം നമ്മൾ ആ ഭരണാധികാരിയെ ഏൽപ്പിക്കുക. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഭരണാധികാരിയല്ല ഉദ്ദേശിക്കുന്നത്, മുസ്ലിം ഭരണാധികാരി. സുൽത്താൻ, സുൽത്താനുൽ ആലം എന്നൊക്കെ പറയാം. ഖലീഫ, ഖലീഫ അല്ലെങ്കിൽ ഖലീഫ ചുമതലപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ പകരക്കാരൻ, അവരെ ഏൽപ്പിക്കുക. ഇസ്ലാമിന്റെ ഖിലാഫത്ത് നിലനിന്നിരുന്ന നാട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഖലീഫമാരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് സക്കാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലീഫയായിരുന്നു, അമീറായിരുന്നു മദീനയിലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബി തങ്ങളെയായിരുന്നു സക്കാത്ത് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ മുസ്ലിം ഭരണകൂടം നിലവിലില്ലാത്ത നാടായതുകൊണ്ട് ഈ 2ാമത്തെ രൂപം നമുക്ക് സാധ്യമല്ല, നിർവഹിക്കാൻ കഴിയൂല. ഇനി മുസ്ലിം ഭരണാധികാരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് ആ ഭരണാധികാരി എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ അയാളെ സ്വീകരിക്കാനുള്ള ബാധ്യത നമുക്കില്ല എന്ന് മാത്രമല്ല, അയാളത്ത് കൊടുത്താൽ സക്കാത്ത് നമ്മൾ വേറെ കൊടുക്കേണ്ടി വരും. അപ്പൊ ചില നാടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവും, റസീറ്റൊക്കെ അടിച്ചിട്ട് ചില ആൾക്കാർ വരും സക്കാത്തൊക്കെ തന്നോളി പറഞ്ഞിട്ട്. ആരാണ് അവരെ വിട്ടത്? അവർ സ്വയം തീരുമാനിച്ചു വന്നതാ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഒന്ന് സ്വന്തം കൊടുക്കുക,
2 മുസ്ലിം ഭരണാധികാരി ഉണ്ടെങ്കിൽ ഭരണാധികാരിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ആളുകളെ ഏൽപ്പിക്കുക. 3ാമത്തെ രീതി, പല കർമ്മങ്ങളും ചെയ്യാൻ നമ്മൾ ആളെ ചുമതലപ്പെടുത്തുന്നത് പോലെ സക്കാത്തിന്റെ വിതരണത്തിന് നമ്മൾ ഉത്തരവാദപ്പെട്ട ഒരാളെ ചുമതലപ്പെടുത്തുക, വക്കാലത്താക്കുക. വക്കാലത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പകരം ഈ കൃത്യം നിർവഹിക്കാൻ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തി എന്ന് പറയും. ഈ വക്കാലത്ത് സംവിധാനം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറ്റമറ്റ രൂപത്തിൽ നമ്മൾ നിർവഹിക്കണം. എന്താ വക്കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന? ഷർത്തുൽ വക്കീനി തഈനുഹു. എങ്ങനെ ചുമതലപ്പെടുത്തുക? ഞാൻ ലോകത്തുള്ള മുസ്ലിങ്ങളെ ഒന്നിച്ച്, അല്ലെങ്കിൽ ഞാൻ 100 ആൾക്കാർ, അങ്ങനൊന്നും വക്കാലത്താക്കാൻ പറ്റൂല. മുഅയ്യനായ നിർണിതനായിട്ടുള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ ചുമതലപ്പെടുത്തേണ്ടത്, വക്കാലത്താക്കേണ്ടത്. അപ്പൊ ഈ മഹല്ലത്തിന്റെ മൊത്തം ഭരണസമിതിയെ നമുക്ക് ചുമതലപ്പെടുത്താൻ കഴിയൂല. കാരണം എന്താ? നമ്മൾ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ആരും ആവാ, ചിലപ്പോൾ ഇന്നുള്ള ആളായിക്കൊള്ളണമെങ്കിൽ നാളെ. അപ്പോൾ നിർണിതനായ ഒരു വ്യക്തിയെ തന്നെ നമ്മൾ ചുമതലപ്പെടുത്തണം. ഉദാഹരണം പറഞ്ഞാൽ, ഈ പള്ളിയിലെ മുദർരിസിനെ സക്കാത്ത് കൊടുക്കാൻ ഞാൻ ചുമതലപ്പെടുത്തി. മുഅയ്യനായ നിർണിതനായ ഒരു വ്യക്തിയാണ്. അല്ല, ഈ മഹല്ലത്തിന്റെ പ്രസിഡന്റിനെ എന്റെ സക്കാത്ത് വിഹിതം വിതരണത്തിന് വേണ്ടി ഞാൻ ചുമതലപ്പെടുത്തി. അതാണ് വക്കാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നിർണിതനായിട്ടുള്ള വ്യക്തിയെ ആയിരിക്കണം ചുമതലപ്പെടുത്തുക. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വക്കൽ തുക്ക, നിന്നെ ചുമതലപ്പെടുത്തി എന്ന് നമ്മുടെ വക്കീലിനോട് നമുക്ക് പറയാൻ കഴിയണം. വാചകം പറയണം, നിന്നെ ഞാൻ എന്റെ സക്കാത്തിന്റെ വിഹിതം അവകാശികൾക്കിടയിൽ വിതരണം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന വാക്കാൽ നമ്മൾ ആ വക്കീലിനെ ഏൽപ്പിക്കണം. വലിയൊരു സംവിധാനത്തെ ഒന്നിച്ചടെ ഏൽപ്പിച്ചാൽ അവിടെ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള വാചകം, ആരാണ് ഉത്തരവാദി എന്ന് കൃത്യമായി നമുക്ക് കിട്ടൂല. പിന്നെ വക്കാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തമായി നമ്മൾ സക്കാത്ത് വിതരണം ചെയ്താൽ നമ്മളതിന്റെ അവകാശി കൊടുത്താൽ അതോടുകൂടി നമ്മുടെ ബാധ്യത നിർവഹിക്കപ്പെടും. എന്നാൽ നമ്മൾ ഒരാളെ ചുമതലപ്പെടുത്തും, അദ്ദേഹം കൃത്യമായി അത് ശരിയായ രൂപത്തിൽ അല്ലാതെ നിർവഹിച്ചാൽ നമ്മുടെ ബാധ്യത പിന്നീട് ബാക്കിയാവുന്ന. അപ്പൊ അതിനാണ് പണ്ഡിതന്മാരായ യോഗ്യതയുള്ള ഒരാളെ ചുമതലപ്പെടുത്തിയാൽ അദ്ദേഹം അത് കൃത്യമായി നിർവഹിച്ചോളൂ. മാത്രമല്ല, നമ്മുടെയൊക്കെ നാടുകളിൽ പലരും സക്കാത്ത് പിരിക്കാറുണ്ട്. സക്കാത്ത് പിരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വക്കീലായ മനുഷ്യന് ഈ സക്കാത്ത് വിതരണത്തിന് വേണ്ടി ഒരിക്കലും ഈ സക്കാത്ത് ഫണ്ട് വിനിയോഗിക്കാൻ പാടില്ല. കുറെ ആൾക്കാരൊന്ന് പൈസ വാങ്ങി, ഇതൊക്കെ പാടെ കൊണ്ടേ കൊടുക്കണ്ടേ? ഒരു പിക്കപ്പ് വാടകയ്ക്ക് വിളിച്ചു. വാടക പൈസ എവിടുന്നാ കൊടുക്കണത്? സക്കാത്തായിട്ട് കിട്ടിയ പൈസ എടുത്തിട്ട് വാടക കൊടുക്കുക, ചെയ്യാൻ പാടില്ല. അപ്പൊ സക്കാത്തിന്റെ ഫണ്ട് നമ്മളൊരു വക്കീലിനെ ഏൽപ്പിച്ചാൽ അത് 100% അവകാശികൾക്ക് തന്നെ കൊടുക്കണം. അതിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് വണ്ടി വിളിക്കാനോ, അതിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് കവർ വാങ്ങാനോ, അതിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് ആളെ കൂലിക്ക് വിളിക്കാനോ ഒന്നും പാടില്ല. കൃത്യമായി കിട്ടിയ സംഖ്യ മുഴുവനും ഇതിന്റെ അവകാശികൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ഇനി സക്കാത്ത് വിതരണത്തിന് 2 നിബന്ധന ഉണ്ട്. എന്തൊക്കെ 2 നിബന്ധന? ഒന്ന്, ഇതൊരു ഇബാദത്ത് ആയതുകൊണ്ട് ഇത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വെക്കണം. രണ്ടാമതായിട്ട് അവകാശികൾക്ക് കൊടുക്കണം. അവകാശികൾക്ക് കൊടുക്കണം. ആരാ അവകാശി? വിശുദ്ധ ഖുർആൻ ഒരു സംശയത്തിനും വകയില്ലാത്ത വിധം സക്കാത്തിന്റെ അവകാശികളെ നമുക്ക് എണ്ണി എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 8 ആളുകളാണ്. 9ാമത്തെ ഒരാൾ വന്ന് ചോദിച്ചാൽ കൊടുക്കണ്ട. ഖുർആനിൽ അതിനുവേണ്ടി ഉപയോഗിച്ച പദം തന്നെ ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാ എന്നാണ്. ഇന്നമസ്സദഖാത്ത്, സക്കാത്ത് വിഹിതം ഈ പറയപ്പെടുന്ന 8 ആളുകൾക്ക് മാത്രമേ കൊടുക്കാവൂ. അപ്പൊ പിന്നെ നമ്മള് മതസൗഹാർദ്ദത്തിന്റെ പേരിലോ മറ്റുള്ള മതക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? സക്കാത്തിന്റെ വിഹിതം കൊടുക്കാൻ പറ്റൂല. അത് കൊടുത്താൽ നമ്മുടെ സക്കാത്ത് കൂടൂല. അവരെ സഹായിക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല, അവരെ സഹായിക്കാം. പക്ഷെ നിർബന്ധ ബാധ്യതയായിട്ടുള്ള സക്കാത്ത് കൊടുക്കേണ്ടത് വിശ്വാസികളായിട്ടുള്ള ഈ ആയത്തിൽ പറയുന്ന 8 വിഭാഗത്തിനാണ്. ആരൊക്കെ 8 വിഭാഗം? ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാ. ഒന്ന്, ഫഖീർമാർക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഫഖീർ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായതിന്റെ
40% മാക്സിമം അധ്വാനിച്ചാൽ അല്ലെങ്കിൽ തൊഴിലെടുത്താൽ അല്ലെങ്കിൽ ഉള്ള വരുമാനം ഉപയോഗപ്പെടുത്തിയാൽ കിട്ടുള്ളൂ. അപ്പൊ 1000 രൂപ ആവശ്യമുണ്ടെങ്കിൽ മാക്സിമം എത്ര കിട്ടൂ? 400 രൂപ കിട്ടൂ. ചിലപ്പോൾ 300, ചിലപ്പോൾ 200. ഇവരാണ് ഫക്കീർ, പരമദരിദ്രനാണ്. അത്തരക്കാരായ ആളുകൾക്ക് സക്കാത്തിന് അവകാശമുണ്ട്. രണ്ടാമത്തെ വിഭാഗം മിസ്കീൻ. മിസ്കീന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവരെക്കാൾ സ്ഥിതി മെച്ച. 1000 രൂപ ആവശ്യമുണ്ടെങ്കിൽ മാക്സിമം കഠിനാധ്വാനം ചെയ്താൽ ഒരു 700 രൂപ വരെയൊക്കെ എത്തും. അവർ മിസ്കീന്മാരാ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ ജീവിക്കുന്ന ഫക്കീർമാർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. നേരെ മറിച്ച് ചോദിക്കാൻ പ്രയാസപ്പെടുന്ന, ആരും പരിഗണിച്ചു കൊടുക്കാത്തൊരു വിഭാഗമാണ് നമ്മുടെയൊക്കെ നാടുകളിലുള്ള മിസ്കീന്മാർ. അവസ്ഥ കണ്ട കുഴപ്പമില്ല എന്ന് തോന്നും നമുക്ക്. അവർ വളരെ പ്രയാസപ്പെടുന്നവരാ. മിസ്കീന്മാർക്കും സക്കാത്തിന്റെ വിഹിതം കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ വിഭാഗം വൽആമിലീന അലൈഹ, സക്കാത്ത് പിരിക്കാൻ, സക്കാത്തിന്റെ കണക്കെഴുതാൻ, സക്കാത്ത് വീതം വെക്കാൻ, സക്കാത്ത് വിതരണം ചെയ്യാനൊക്കെ മുസ്ലിം ഭരണാധികാരി ചുമതലപ്പെടുത്തുന്ന ആളുകൾ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥർ. സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ മുസ്ലിം ഭരണകൂടമുള്ള സ്ഥലത്ത് മാത്രമേ ഇവരുണ്ടാവൂ. ഈ ഉദ്യോഗസ്ഥന്മാരെ ഖലീഫ ഏൽപ്പിച്ചതാ. സക്കാത്ത് പിരിക്കണീന്റെ പേരിൽ ഖജനാവിൽ നിന്ന് അവർക്ക് കൂലിയൊന്നും കൊടുക്കണില്ല, ശമ്പളമില്ല. അവർക്ക് അപ്പൊ സക്കാത്തിൽ നിന്ന് ഒരു വിഹിതം അവർക്ക് വേണ്ടി നീക്കാം. അതാണ് ആമിൽ, സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ. നാലാമതായിട്ട് വൽ മുഅല്ലഫത്തി ഖുലൂബ്. മുഅല്ലഫത്തു ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, പക്ഷേ ഈമാൻ, വിശ്വാസം കണ്ട് ശക്തമായിട്ടില്ല. നമ്മൾ പറയുന്ന പുതു മുസ്ലിങ്ങൾ, അവർക്കും സക്കാത്ത് കൊടുക്കാം. ഈ 4 വിഭാഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ 4 വിഭാഗത്തിനും സക്കാത്തിന്റെ വിഹിതം കിട്ടിയാൽ എന്ത് ആവശ്യത്തിന് ഉപയോഗിക്കാം. അവർക്ക് സ്വന്തം ഉടമസ്ഥതയിലേക്ക് ഈ സക്കാത്ത് ഫണ്ടിനെ കൊണ്ടുവരാം. ആയത്തിന്റെ ഒരു രീതി അങ്ങനെ, ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറ, അത് അവർക്കുള്ളതാണ്. സക്കാത്ത് വിഹിതം ഫക്കീറിനുള്ളതാണ്, മിസ്കീനുള്ളതാണ്, സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ളതാണ്, പുതു മുസ്ലിങ്ങൾക്കും ഉള്ളതാണെന്ന് പറഞ്ഞാൽ അവർക്കത് ഏത് ആവശ്യത്തിനും ചെലവാക്കാം. കടം വീട്ടാനെടുക്കാം, ചെലവിനെടുക്കാം, വീട് വെക്കാനെടുക്കാം, മക്കളെ കെട്ടി ഏത് ആവശ്യത്തിനും ഈ ആദ്യത്തെ 4 ആളുകൾക്ക് സക്കാത്ത് ഫണ്ട് വിനിയോഗിക്കാവുന്നതാണ്. ഇനി പറയുന്ന 4 ആൾക്കാരുണ്ട്. ഒന്ന് റിഖാബ്, വഫിർ റിഖാബ് എന്ന് പറഞ്ഞാൽ അടിമത്ത സമ്പ്രദായം നിലനിൽക്കുന്ന കാലത്ത് യജമാനന് നിശ്ചിത സംഖ്യ കൊടുത്തിട്ട് മോചനം നേടുന്ന അടിമ. ആ അടിമക്ക് യജമാനന് കൊടുക്കാൻ ആവശ്യമായ സംഖ്യ സക്കാത്ത് ഫണ്ടിൽ നിന്ന് സ്വീകരിക്കാനാണ്. 10,000 രൂപക്ക് കരാർ എഴുതിയതാ. ഈ അടിമ അധ്വാനിച്ച് 5,000 രൂപ ഇപ്പോ സമാഹരിച്ചിട്ടുള്ളൂ. 5,000 കൂടി കിട്ടിയാലേ മോചനം നേടാൻ പറ്റുള്ളൂ. എങ്കിൽ സക്കാത്ത് ഫണ്ടിൽ നിന്ന് 5,000 കൂടി വാങ്ങി യജമാനന് കൊടുത്തിട്ട് ഈ അടിമക്ക് മോചിതനാകാം. ഈ അടിമ സക്കാത്ത് ഫണ്ടിൽ നിന്ന് വാങ്ങുന്ന പൈസ ഈ ആവശ്യത്തിനേ ഉപയോഗിക്കാവൂ. വീട് വെക്കാനോ ഭക്ഷണം വാങ്ങാനൊന്നും ഈ അടിമ ഈ പൈസ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വൽ ഗാരിമീന, 6-ാമത്തത് ഗാരിമീന, കടക്കാർ. ഹലാലായ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി വീട്ടാൻ നിവൃത്തില്ല. വീട്ടണമെങ്കിൽ വീട് വിൽക്കേണ്ടി വരും, പറമ്പ് വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ കഴുത്തിൽ ധരിക്കുന്ന ഹലാലായ ആഭരണം വിൽക്കേണ്ടി വരും. അല്ലാതെ കടം വീട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ അതൊന്നും വിറ്റ് കടം വീട്ടണ്ട. പിന്നെയോ സക്കാത്ത് ഫണ്ടിൽ നിന്ന് സ്വീകരിച്ച് കടം വീട്ടാം. അതാണ് ഗാരിം, കടക്കാർ. ഈ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന സക്കാത്ത് ഫണ്ട് കടം വീട്ടാനേ ഉപയോഗിക്കാവൂ. ആ ഗണത്തിലാണോ സക്കാത്ത് വാങ്ങുന്നതെങ്കിൽ പിന്നെ ചെലവിനെടുക്കാൻ പാടില്ല. ചെലവിനെടുക്കാൻ പറ്റും ഫക്കീറിന്, ചെലവിനെടുക്കാം മിസ്കീനിന്, ചെലവിനെടുക്കാം പുതു മുസ്ലിമിന്, ചെലവിനെടുക്കാം സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക്. എന്നാൽ അടിമയാണെങ്കിൽ അടിമത്ത മോചനത്തിന് ഈ പൈസ വിനിയോഗിക്കാം. കടക്കാരൻ എന്ന ഗണത്തിലാണ് സക്കാത്ത് വാങ്ങുന്നതെങ്കിൽ കടം വീട്ടാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫീ സബീലില്ലാഹ് വബിനിസ് സബീൽ, ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശുദ്ധ യുദ്ധം ചെയ്യുന്ന, ജിഹാദ് ചെയ്യുന്ന ആളുകൾ, അവർക്കും ബൈത്തുൽ മാലിൽ നിന്ന് പ്രത്യേകമായിട്ട് വിഹിതമില്ലെങ്കിൽ
യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് സക്കാത്ത് ഫണ്ട് സ്വീകരിക്കാം. ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യാനൊന്നല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾക്കുള്ള വിഹിതാണിത്. ജിഹാദിന് വേണ്ടി വാഹനം വാങ്ങേണ്ടി വരും, അതുപോലെ തന്നെ ആയുധങ്ങൾ വാങ്ങേണ്ടി വരും, യാത്രാ ചെലവ് വേണ്ടി വരും. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി സക്കാത്ത് ഫണ്ട് വാങ്ങാം, ആ ആവശ്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അവസാനമായിട്ട് ഇബ്നി സബീൽ, യാത്രക്കാരനായ ഒരു മനുഷ്യൻ ലക്ഷ്യസ്ഥാനത്ത് പോയി തിരിച്ചു വരാൻ ആവശ്യമായ യാത്രാ ചെലവ് തികയുകയില്ലെങ്കിൽ സക്കാത്തിന്റെ ഫണ്ട് അവന് വാങ്ങാം, ആ ചെലവിലേക്ക് ഇത് ഉപയോഗിക്കാം. യാത്ര തുടങ്ങുന്ന ഒരാളാണ് എങ്കിൽ സ്വീകരിക്കാം. അല്ല, യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്, വഴിമധ്യേ അദ്ദേഹത്തിന് ചെലവിന് ആവശ്യമായി വന്നു, പൈസ ഇല്ല, സക്കാത്ത് ഫണ്ട് സ്വീകരിക്കാം. ഈ 8 ആളുകൾക്കാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. സ്വന്തം കൊടുക്കുകയാണെങ്കിലും ഭരണാധികാരി കൊടുക്കുകയാണെങ്കിലും വക്കാലത്ത് സമ്പ്രദായത്തിലൂടെ നമ്മൾ ഒരാളെ ചുമതലപ്പെടുത്തി അദ്ദേഹം കൊടുക്കുകയാണെങ്കിലും കൊടുക്കേണ്ടത് ഈ 8 ആളുകൾക്കാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഇവിടുത്തെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടല്ലോ. നമ്മളെന്താ ചെയ്യുക? ഒരു 5000 രൂപ ചില്ലറയാക്കി വെക്കും. വീട്ടിലേക്ക് യാചകരായി വരുന്ന ആളുകൾക്കൊക്കെ 20 അല്ലെങ്കിൽ 50, 100 ഒക്കെ എടുത്തു കൊടുക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റമദാനിൽ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ആളാണെന്നുള്ള ആ ഒരു മനസ്സമാധാനത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ സക്കാത്തിന്റെ വിതരണ രീതി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് എന്താ? ഈ 8 അവകാശികൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ 8 അവകാശികൾക്കും ആ ആവശ്യത്തിനുള്ളത് ഈ സക്കാത്ത് ഫണ്ടിൽ നിന്ന് കിട്ടണമെന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ ഫക്കീറായൊരു മനുഷ്യൻ, ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താ? ജീവിക്കാൻ വളരെ പ്രയാസം, മാക്സിമം കഠിനാധ്വാനം ചെയ്ത 40% അവന് സമ്പാദിക്കാൻ കഴിയുന്നുള്ളൂ. ഈ ഫക്കീറായ മനുഷ്യന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് എന്താ? അല്ലെങ്കിൽ ഒരു മിസ്കീൻ കഠിനാധ്വാനം ചെയ്താൽ 70% ആകൂ, അവന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് എത്ര? പണ്ഡിതന്മാർ പറയുന്നത് ഈ ഫക്കീറും മിസ്കീനൊക്കെ ഒരു പക്ഷേ സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ആളുകളാകും, അല്ലെങ്കിൽ ആകൂല. ആള് ഫക്കീറ പക്ഷെ നല്ല ആരോഗ്യമുണ്ട്, ആള് മിസ്കീനാ പക്ഷെ നല്ല സാമർഥ്യമുള്ള ആളാ. ഇങ്ങനെ സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഫക്കീറും മിസ്കീനും ആണെങ്കിൽ അവർക്ക് നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് എന്താ? ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു വഴി നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണമെന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കച്ചവടം ചെയ്യാൻ കഴിവുള്ള ഒരു ഫക്കീറാണ്, പക്ഷെ കച്ചവടം ചെയ്യാൻ അദ്ദേഹത്തിന്റെ അടുത്ത് മൂലധനമായിട്ട് മുടക്കുമുതലായി ഒന്നുമില്ല. ആ ഫക്കീറിന് നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് എന്താ? ഒരു കച്ചവടം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള മൂലധനം എത്രയാണോ അതാണ് നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ടത്. ഈ കൊല്ലം 100 രൂപ കൊടുത്തു, അടുത്ത കൊല്ലം 100 കൊടുത്തു, കാലാകാലം 100 രൂപ കിട്ടി, ആ സാധുവിന് എന്താവാനാ? ഒന്നും ആവൂല. ആളുകളിടയിൽ സക്കാത്ത് വാങ്ങുന്ന ഒരു ഫക്കീർ എന്ന ഒരു പേര് മാത്രം ആ സാധുവിന് കിട്ടും. നേരെ മറിച്ച് ഈ ഫക്കീറായ മനുഷ്യൻ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ആളാണ്, കച്ചവടത്തിന് പറ്റുന്ന ആളാണോ എങ്കിൽ കച്ചവടം തുടങ്ങാൻ ആവശ്യമായ മൂലധനം നമുക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റും. അല്ല, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആളാ, ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടൊക്കെ തീരും. എന്നാൽ ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള തുക നമ്മൾ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സംഖ്യ നമ്മൾ കൊടുക്കണം. ഇത് മുസ്ലിം ഭരണാധികാരിയാണ് സക്കാത്തിന്റെ വിതരണക്കാരനെങ്കിൽ മൂപ്പർക്ക് ഖലീഫയെ സംബന്ധിച്ചിടത്തോളം ഈ ഫക്കീറിന് ഏത് സാധനവും വാങ്ങിക്കൊടുക്കാന്നാ. കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കാം, ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കാം, കന്നുകാലികളെ വളർത്തി സുഖമായി ഇയാൾ ജീവിക്കെങ്കിൽ ഒരു 10 പശുക്കളെ വാങ്ങിക്കൊടുക്കാം. പക്ഷെ ഇതൊക്കെ ആർക്കേ പറ്റൂ? മുസ്ലിം ഭരണാധികാരിയാണ് സക്കാത്ത് വിതരണം ചെയ്യുന്നതെങ്കിൽ മൂപ്പർക്ക് ഇങ്ങനെയൊക്കെ വക മാറ്റി ഈ സാധനം വാങ്ങിക്കൊടുക്കാന്നാ.
നേരെ മറിച്ച് നമ്മൾ സ്വന്തമായിട്ടാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തിയതാണെങ്കിൽ, ഈ പൈസ മറ്റൊന്നായി മാറ്റിയിട്ട് സാധനം വാങ്ങി കൊടുക്കാനൊന്നും നമുക്ക് അധികാരമില്ല. അപ്പോഴോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളോട് പറയാം, ഒരു 25,000 രൂപ കൊടുത്തിട്ട് പറയാം, നീ അല്ലെങ്കിൽ ഒരു 50,000 കൊടുത്തിട്ട് പറയാം, നീ ഒരു ചെറിയ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങിയിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കട തുടങ്ങിക്കോ. ഇമാമിന് എന്ത് ചെയ്യാം? ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ തന്നെ വാങ്ങിക്കൊടുക്കുക. ഇമാം എന്ന് പറഞ്ഞാൽ ഭരണാധികാരി. നമ്മെ സംബന്ധിച്ചിടത്തോളം വസ്തു വക മാറ്റി വേറൊന്ന് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് അധികാരമില്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം, 50,000 കൊടുത്തിട്ട് പറയാം, മോനെ അടുത്ത വർഷം മുതൽ നീ ഇവിടെ ഫഖീറായി ഉണ്ടാകരുത്. ഈ 50,000 ഉപയോഗിച്ച് നീ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങി അങ്ങാടിയിൽ ഒരു കട വെച്ചിട്ട് നീ ജോലി ചെയ്തു തുടങ്ങിയാൽ നീ പിന്നെ ഫഖീറായിട്ട് ഇവിടെ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ സംഖ്യ കൊടുക്കുക. ഇതൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അതിന് വേണ്ട സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. ഇനി ഒരു മനുഷ്യൻ, അദ്ദേഹം ഫഖീറാന്ന് മാത്രമല്ല, ശരീരത്തിന്റെ ഒരു ഭാഗം മൊത്തം കുഴഞ്ഞിട്ട് വാതരോഗിയായിട്ട് വീട്ടിൽ കിടപ്പാ, അദ്ദേഹത്തിന് നമുക്ക് ജോലിയാക്കി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ജോലി ചെയ്യാൻ കഴിയൂല. പരിശുദ്ധ ശരീഅത്ത് പറയുന്നത് എന്താ? അത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് എത്രയാ? അദ്ദേഹത്തിന് ഇപ്പൊ എത്ര വയസ്സായി എന്ന് നോക്കുക. ശരാശരി നമ്മുടെ ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ 60 വയസ്സാണ്. 60 വയസ്സ് വരെ ഇനി ജീവിക്കണമെങ്കിൽ എത്ര കൊല്ലമുണ്ട് എന്ന് നോക്കണം. അപ്പൊ ഇയാൾക്ക് ഇപ്പൊ 40 വയസ്സായി എന്ന് സങ്കല്പിക്കുക. ഇനി 20 വർഷം ജീവിക്കാൻ അദ്ദേഹത്തിന് എന്ത് വേണം? അത് കൊടുക്കണം. 100, 200, 500 അല്ല കൊടുക്കേണ്ടത്. അപ്പൊ ഒരു പക്ഷേ അദ്ദേഹത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയകരമായി നടക്കുന്ന ഒരു കടയിൽ വലിയൊരു സംഖ്യ കൊടുത്തിട്ട് ഇയാളോട് പറയാം, നിങ്ങൾ ആ കടയിൽ ഒരു ഷെയർ തുടങ്ങിക്കോ. സ്വന്തമായി കച്ചവടം ചെയ്യാൻ പറ്റൂല. 50,000 കൊടുത്തു, അല്ലെങ്കിൽ 1 ലക്ഷം കൊടുത്തു, പൈസ കൊടുത്തിട്ട് പറയാം, നല്ലൊരു കടയിൽ ഒരു ഷെയർ കൂടിയാൽ ഷെയറിൽ നിങ്ങൾക്ക് വരുമാനം വരും, ഓരോ മാസവും നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. 60 വയസ്സ് വരെ നിങ്ങൾക്ക് ജീവിക്കാൻ ഇനി ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഫക്കീറിനെ, മിസ്കീനിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. കടക്കാരനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കടം വീട്ടാനാണ് കൊടുക്കേണ്ടത്. ആയിരക്കണക്കിന്, 10,000 ലക്ഷക്കണക്കിന് ഉറുപ്പിക കടമുള്ള ഒരാൾക്ക് നമ്മൾ 1000, 2000 കൊടുത്തിട്ട് എന്ത് കാര്യം? പലപ്പോഴും ആ കടം വീട്ടാൻ പോലും ആ സാധ്യത ഉപയോഗിക്കൂല. പക്ഷെ കടം വീട്ടാനാണ് കൊടുക്കുന്നത്, കടം വീട്ടന്നെ വേണമെന്നാ. അപ്പൊ അങ്ങനെ നാട്ടിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യനുണ്ട് എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് കടം വീട്ടാൻ പറ്റുന്ന ഒരു തുകയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളിത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരിക. നമ്മൾ ഓരോ വ്യക്തികളായിട്ട് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നേട്ടം ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല. ഞാനായിട്ട് എങ്ങനെ? ഞാൻ ഒറ്റക്ക് സക്കാത്ത് കൊടുക്കുക, ആകെ 1 ലക്ഷം ഉറുപ്പിക്ക് 2,500 രൂപ സക്കാത്ത് കൊടുക്കാനുള്ളൂ. 2,500 രൂപ കൊണ്ട് ഏത് ഫക്കീറിനാണ് നമുക്ക് തൊഴിലേർപ്പാടാക്കി കൊടുക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഏത് മിസ്കീനാണ് നമുക്ക് 60 കൊല്ലം ജീവിക്കാൻ പറ്റുന്ന ആസ്തി ഒരുക്കി കൊടുക്കാൻ കഴിയുക? അപ്പൊ സ്വന്തമായി നമ്മൾ സക്കാത്ത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല, സ്വന്തമായി കൊടുക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഉദ്ദേശം നടക്കാതെ പോകും. ഫക്കീറിനെ ഫഖറിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സാധിക്കാതെ പോകും. മിസ്കീനിനെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കാതെ പോകും. സക്കാത്ത് കൊണ്ട് ലക്ഷ്യം വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട സാധുവിനെ സംരക്ഷിക്കുക, പ്രയാസത്തിൽ നിന്ന് കരകയറ്റുക എന്ന ദൗത്യം നിർവഹിക്കണമെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വക്കാലത്ത് സംവിധാനത്തിലേക്ക് നമ്മൾ വന്നാൽ അത് വളരെ കൂടുതൽ സൗകര്യമാവും. അപ്പോ ഒരുപാട് ആളുകൾ, നാട്ടിലെ 50-100 ആളുകൾ സക്കാത്ത് കൊടുക്കാനുള്ളവരുണ്ടാവും. അവരുടെ സക്കാത്തിന്റെ വിഹിതം മുഴുവനും അവരെല്ലാവരും ഒരേ ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തിയാൽ, അങ്ങനെ വക്കാലത്ത്, ശരിയായ വക്കാലത്ത് അഥവാ വക്കാലത്തിന്റെ വാചകം പറഞ്ഞ് ഉത്തരവാദിത്തത്തോടു കൂടി ഒരാളെ ഏൽപ്പിച്ച് അദ്ദേഹം ഒരു കുറവുമില്ലാതെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ വ്യവസ്ഥാപിതമായിട്ട് നമുക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. നമ്മളൊരു മഹല്ല് സംവിധാനമാണല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ നിർബന്ധ ബാധ്യത എന്ന് പറഞ്ഞാൽ ഈ 2.5% സക്കാത്ത് കൊടുക്കൽ മാത്രമല്ല. കാരണം 2.5% സക്കാത്ത് കൊടുക്കലാണെങ്കിൽ
വളരെ ചുരുങ്ങിയ എണ്ണം സമ്പത്ത് സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ആ ബാധ്യത വരൂ. അത് മാത്രമല്ല, ഇസ്ലാം സമ്പന്നന്മാർക്ക് കൊടുക്കുന്ന ബാധ്യത. ഒരു നാട്ടിലെ സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾക്ക് മറ്റു വളരെ പ്രധാനപ്പെട്ട ബാധ്യതകളുണ്ട്. എന്താണ്? അവർ ജീവിക്കുന്ന നാട്ടിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ, ഭക്ഷണത്തിന് വകയില്ലാത്തവർ, മരുന്നിന് വകയില്ലാത്തവർ, വീട് വെക്കാൻ കഴിയാത്തവർ, മക്കളെ കല്യാണം ചെയ്തയക്കാൻ കഴിയാത്തവർ തുടങ്ങി ആ നാട്ടിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളെ സക്കാത്ത് എന്ന രൂപത്തിൽ അല്ലാതെയും സഹായിക്കുക എന്നത് ആ നാട്ടിലെ സമ്പന്നന്മാരായിട്ടുള്ള ആളുകളുടെ ബാധ്യതയാണ്. ഈ വിഷയത്തിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്, ഒരു വർഷത്തെ ജീവിക്കാൻ ആവശ്യമായ വക കഴിഞ്ഞ് വല്ലതും ബാക്കിയുള്ളവരുണ്ടോ അവരൊക്കെ ഈ ബാധ്യത ഉള്ളവനാണ്. എനിക്കൊരു വർഷം ജീവിക്കാൻ ആവശ്യമായ ആസ്തിയുള്ള ആളാണ് ഞാൻ. 60 വർഷം ജീവിക്കാനുള്ള ആസ്തി എനിക്കില്ല. ഒരു വർഷം ജീവിക്കാനുള്ള ആസ്തിയേക്കാൾ കുറച്ച് കൂടുതൽ എനിക്കുണ്ടെങ്കിൽ ഈ ബാധ്യത ഞാനും നിർവഹിക്കണം. അപ്പൊ അങ്ങനെ സാമ്പത്തികമായിട്ട് വേറെയും ബാധ്യതകൾ നമ്മൾ ഒരുപാട് നമ്മുടെ നാടുകളിലൊക്കെ ചെയ്യാനുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന ലഹു ഫദ്ലു സാദിൻ ഫൽയുഇദുഹു അലാ മൻ ലാ സാദല. ആർക്കെങ്കിലും ആവശ്യത്തിൽ കവിഞ്ഞ ഭക്ഷണമുണ്ടെങ്കിൽ ഫൽയുഇദുഹു അലാ മൻ ലാ സാദല. ഭക്ഷണം ഇല്ലാത്ത ആൾ നമ്മുടെ നാട്ടിലുണ്ടോ, അവന് ഭക്ഷണം നമ്മൾ കൊടുത്തോളണം, നമ്മുടെ അടുത്ത് ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ മൻ കാന ലഹു ഫദ്ലു മർകബിൻ ഫൽയുഇദുഹു അലാ മൻ ലാ മർകബ ലഹു. ആവശ്യത്തിലധികം വാഹനമുള്ളവരുണ്ടോ, വാഹനമില്ലാത്ത ആൾക്ക് കൊടുക്കാൻ തയ്യാറാകണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സാമ്പത്തികമായ ബാധ്യതകൾ ഒരുപാടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട, നമ്മളിൽ നിന്ന് ഒരിക്കലും ഒഴിവായി പോകാത്ത ബാധ്യതയാണ് സക്കാത്ത് എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് അതിൻ്റെ കണക്കുകൾ കൃത്യമായി കൂട്ടി, ഞാനത് കൊടുക്കാനുള്ള ആളാണോ എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ അവകാശികൾക്ക് അത് കൃത്യമായി എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.